ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ഉദ്ദേശം എല്ലാവർക്കും ഉള്ളൂ. ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഓഫ്കോഴ്സ് അതുപോലെ സിനിമ എല്ലാവർക്കും. അപ്പൊ അതിപ്പോ നല്ല സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹത്തിന് കറക്റ്റ് സമയത്ത് ഞാൻ കഴിയും. അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചില ചോദിച്ചാൽ ഇത് ഇപ്പോഴല്ല ഇതിന്റെ യഥാർത്ഥ പ്രശ്നം നടക്കാൻ പറ്റുന്നത്. 5 years അതിന്റെ വലിയൊരു ബുദ്ധിമുട്ടുള്ളത് നമ്മളെല്ലാം ഇപ്പൊ തന്നെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആരും അതുപോലെ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് ഇത് നല്ലതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് കുറെ നാൾ മുന്നേ സ്റ്റിൽ ഇത് ഭയങ്കര വലിയ പ്രോബ്ലമാണ്. അതെന്താണെന്ന് നമുക്ക് സിനിമ അതെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ കൂടുതലായിട്ട് എന്താണ് ഇതിന്റെ ഇഷ്യൂ ഇങ്ങനെ ഇഷ്യൂ എന്തോന്നൊക്കെ നമ്മളതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ആൾക്കാർ ഡിസ്കസ് ചെയ്ത് ചെയ്താൽ എനിക്കുള്ള ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആ മൂല്യമൊന്നുമല്ല, ഇതൊന്നും നമുക്ക് അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട്. ഇതിന്റെ കുറെ ആൾക്കാർക്ക് ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സിനിമ അനലൈസ് പറയുന്നുണ്ട്. നമ്മളിവിടെ നാട്ടിലല്ലാത്ത കുറെ കാര്യങ്ങൾ പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് സിനിമ വിജയത്തിൽ പോയിക്കൂടെ പ്രിൻസ്, അടുത്ത സൂപ്പർ ഹിറ്റിലേക്കുള്ള കാലവെപ്പാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ടല്ലേ. ഓരോ സിനിമകളെ തന്നെയാണ് ഈ വളരെ ഉദ്ദേശമുള്ള സിനിമയാണെങ്കിൽ നമുക്കല്ലേ എന്നതിന്റെ തീം ഇതിന്റെ മൊത്തത്തിലൊരു കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒരു കാര്യങ്ങൾ നേരിടാവുന്ന വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന പറയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് സാധ്യതയുണ്ട്. അച്ഛനും മോനുമായിട്ടാണല്ലോ സിനിമയില് ഇപ്പൊ മിക്ക ആളുകളുടെ അച്ഛനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛനും മോനുമുള്ള കോമ്പോ കണ്ടുണ്ട്. സിനിമ കണ്ടിട്ട് ഞങ്ങൾ തീരുമാനം ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? നല്ല അടുത്തിരിക്കുന്നത് ഞങ്ങളുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മകനായിരുന്നു രഞ്ജിത്ത്. നിങ്ങൾ വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരുപാട് ഇമോഷൻ പുലർത്തുന്നുണ്ട്. ഇത് രഞ്ജിത്തിരിക്കുന്നു സിനിമകളെല്ലാം അഭിനയിക്കാൻ പോലും ഇതിൽ കുറച്ച് കൂടുതൽ പിന്നെ ഇമോഷൻ ആക്ഷൻ ഡാൻസ് ഉണ്ട്, ചെറിയ ചെറിയ ലൈഫുകളുണ്ട്, എല്ലാം ഉള്ളൊരു പടമാണ്. അപ്പം ഇതിന് ഭയങ്കര രസമായിട്ട് ഞാനായിട്ട് എപ്പോഴും ഇതിനകത്ത് സ്ക്രീൻ ഡ്യൂറേഷൻ ഉള്ളത് ഞാൻ മേടിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. കാരണം രഞ്ജിത്ത് മാത്രം വീട്ടിലേക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന സാഹചര്യം വളരെ നന്നായിട്ട് ഒരു സ്റ്റൈലായിരുന്നു രഞ്ജിത്ത്. എല്ലാവർക്കും നന്നായിട്ട് എല്ലാം കൊണ്ടും അതുപോലെ സാഹചര്യം എല്ലാം നന്നായി സപ്പോർട്ട് ചെയ്യണം. കാരണം ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഞാനും നിങ്ങൾ മനസ്സിലാവും ശരിയല്ല. ഏറ്റവും വലിയൊരു ഒരാളെങ്കിലും വെച്ച് ഈ സിനിമയിൽ ഒരാളുണ്ടാവും, ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരാളുണ്ടാവും. മേധാവി ആൾക്കാർ ആഗ്രഹിച്ച സംസാരിക്കില്ല മേധാവിപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. പക്ഷെ എല്ലാവരും ഹാപ്പിയായിരിക്കും. അപ്പൊ നമ്മൾ ഹാപ്പിയാണ്, വീട്ടുകാരെ ഹാപ്പിയാണ്, വീട്ടുകാരെ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. അതിനാണ് നമ്മൾ വീട്ടുകാരെ ഹാപ്പിയായ കമ്പനി നമുക്ക് വളരെ സാധിക്കാം. ഇത് വീട്ടുകാർക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാനാണ് സാധ്യത. ഇങ്ങനെ ഞാൻ സ്നേഹം കൊണ്ടുള്ള പ്രശ്നത്തോടെ മനസ്സിലാണ് ഈ സിനിമ. നോർമലി ഇപ്പൊ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കോളേജ് സിനിമ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഒന്നെങ്കിൽ ലവ് സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോളേജ് രാഷ്ട്രീയം അങ്ങനത്തെ ഒരു സിനിമകളായിരിക്കും. അങ്ങനെ ഒരു ക്ലീശ ബ്രേക്ക് ചെയ്യുന്ന ആണെന്നൊരു ഫീലിംഗ് ആ ഫീലുണ്ട്. ശരിക്കും അങ്ങനെയല്ലേ? ബ്രേക്കാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മളിപ്പോൾ യൂത്തിന്റെ സിനിമ എന്ന് പറഞ്ഞ് നമുക്കറിയാം. യൂത്തിന്റെ സിനിമ എപ്പോഴും ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ കുറച്ച് എല്ലാം വന്നാണ്. പക്ഷെ അതിനപ്പുറത്ത് ഈ റീസെന്റ് ഒരുപാട് ടോക്കിയോസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബാലൻസ് മാത്രമാണ് അതൊക്കെ ആൾക്കാരുണ്ട്, കുറെ പേരുണ്ട്. അപ്പോ ഇതൊന്നല്ലാതെ നമ്മുടെ യൂത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ പെരുമാറുന്ന നല്ല നാട്ടുകാർ അവിടെ ഈ ക്ലബുകൾ പിള്ളേരെ PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നൈറ്റ് അവർ ഇനിഷ്യേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ പോലീസിലേക്കും അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ സിനിമയിൽ ഇപ്പൊ ലവ് സ്റ്റോറി ആണെന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ മുന്നോട്ടാണെങ്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതില് നമുക്ക് യുവത്തിന് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് പക്ഷെ സോഷ്യൽ മീഡിയ വേണ്ടിയിട്ട്
റിലീസ് ചെയ്തിരിക്കുന്ന ദിവസവും പക്ഷെ എന്താ പറയുക ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന പോലെയാണ് ശരിക്കും എന്താ പറയാ കൂട്ടി ഒരു ഏറ്റുമുട്ടൽ തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക്. ഏറ്റുമുട്ടലിനേക്കാളപ്പുറത്ത് നമുക്ക് നമ്മുടെ സിനിമയിൽ വിശ്വാസം ഒന്ന്. മാറ്റി വെച്ചിരുന്നെങ്കിൽ സിനിമ സേഫ് ആയാലില്ല. അങ്ങനെ വെല്ലുവിളിയൊന്നുമല്ല, അങ്ങനത്തെ ഒരു പരിപാടിയല്ല. നമ്മൾ കാരണം വെച്ചാൽ നമ്മളുടെ കോൺഫിഡൻസ് അത് നമ്മുടെ കൂടെ തന്നെ ഒരു സിനിമയും നമ്മുടെ ജോണിൽ പെട്ടല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഈ സിനിമ കണ്ടു തീരുമ്പോൾ നിങ്ങളായാലും അത് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. നിങ്ങളായാലും ചിന്തിക്കും, ഓ ഇങ്ങനെ ഒരു സുഹൃത്തിനുണ്ടല്ലേ, ശരിയാണല്ലേ, അത് തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സക്സസ്. നായകനടുത്താണ് ഇപ്പം ജോണിച്ചേട്ടൻ പറഞ്ഞത് കണ്ടത് ഈ സിനിമയിൽ എല്ലാം ആക്ഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്. എനിക്ക് താങ്കളുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൽബ് തന്നെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് താങ്കൾ ഇമോഷൻ എനിക്ക് വർക്ക് ചെയ്ത കൽബാണ്. അതിന് വേറെ സിനിമകൾ വരുന്നുണ്ട്. ഇതില് ഇപ്പോൾ അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് ഈ സിനിമയുടെ ക്യാരക്ടറാണ് പറയുന്നത്. ഒരു ഇമോഷൻ വർക്ക് ചെയ്യുമ്പോൾ ജോണിച്ചേട്ടൻ തന്നെ എൻ്റെ ഒരു വലിയ ഒരു വേദന ഉണ്ടായിട്ട് തോന്നും. അത്തരം ഒരു സീനുകൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു തോന്നിയത്? വീട്ടിലെ തൊട്ടടുത്ത അമ്മയാണ് ഇരിക്കുന്നത്, എന്താണ് തോന്നിയത്? തൊട്ടടുത്തിരിപ്പുണ്ട്. അതെ അതെ, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് പറഞ്ഞാല് നമുക്ക് ഏറ്റവും ഒരുമിച്ചുള്ള സ്ക്രീൻ ടൈം ഉള്ളത്. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ്, സെക്കൻഡ് ഹാഫിലെ കുറച്ച് പരിപാടിയിലോട്ട് കുറച്ച് കടത്തി നീക്കാതെ. അപ്പൊ അതിൽ ഒരുപാട് ഇമോഷൻ കണക്ട് ചെയ്യുന്ന മൂമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കൊടുത്ത വാഹനം എന്ന് പറയുന്ന കോമഡിയിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഇമോഷൻ സീക്വൻസസ്, ചിലപ്പം ജോൺ ചേട്ടൻ പറയുന്നതിന്റെ ഡയലോഗ് ആയിരിക്കും, അത് ഞാൻ ചിലപ്പോൾ അറിയാതെ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും അത് ക്യാപ്ചർ ചെയ്തത്. അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ട് ഒരുപാട് ഡൈനാമിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറയാം, ഈ 4 പടങ്ങൾ ഞാൻ ചെയ്തത് എന്നെ ഒരു ആക്ടറായിട്ട് ഏറ്റവും യൂസ് ചെയ്ത 2 പടങ്ങൾ കൽബും ഒന്നും യൂട്യൂബൊക്കെ ആയിരിക്കും. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഹോപ്പ്ലി ഓഡിയൻസ് അവൻ സ്വീകരിക്കുന്ന വിശ്വസിക്കുന്നു. പക്ഷെ ശരിക്കും എന്നെ ഒരുപാട് ഒരു ആക്ടറിന്റെ നിലയിൽ എന്നെ യൂട്ടിലൈസ് ചെയ്ത് ചാലഞ്ച് ചെയ്ത ഒരു പടം തന്നെ യൂട്യൂബ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോണിച്ചേട്ടൻ പറഞ്ഞതല്ല, എനിക്കൊരു സന്തോഷം ചിലപ്പോൾ എന്റെ പേരൻസിനായി എന്ന് പറഞ്ഞല്ല, സ്വന്തം വീട്ടിൽ താങ്കൾ എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷം ഈ സിനിമ കാണുമ്പോൾ താങ്കൾക്കാണ് ഉണ്ടാവുന്നത്, അച്ഛനും അമ്മയ്ക്കായിരിക്കും ഉണ്ടാവുക? എനിക്കത് രണ്ടും അവർക്കൊരു പ്രോബ്ലം കൊണ്ട് തന്നെ. കാരണം ഞാൻ ശരിക്കും ഒരു ബിടെക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് കഷ്ടിച്ചത് പാസ്സായത്. പക്ഷെ ഡെഫിനറ്റ്ലി അവർ ഭയങ്കര സപ്പോർട്ട് വരുന്നു രണ്ടുപേരും. ഇതുപോലെ ഈ കലാമേഖലയിലൂടെ എനിക്കുള്ള ഒരു പാഷൻ അവർ ഭയങ്കര സപ്പോർട്ട് വരുന്നു. സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് നിലവിൽ എത്താൻ പറ്റത്തില്ല. അതിന്റെ ഒരു തിരിച്ചറിവ് കാരണം എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പെർസ്യൂ ചെയ്യാൻ ഒരു മേഖല കിട്ടിയത്. സോ അത് എപ്പോഴും ഗ്രേറ്റ്ഫുൾ. പിന്നെ ഞാൻ ഒരിക്കലും ഞാനൊരു ക്യാരക്ടർ എടുത്തില്ല. ഏത് പടം ചെയ്ത് ഞാൻ എന്റെ ബെസ്റ്റ് എഫേർട്ട് അപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരെ നല്ല സ്ട്രീമിൽ കിട്ടിയത്, ഇതുവരെ തന്നെ മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നു. സോ നോക്കാം. ജീവിതത്തിലും കൊടുക്കൽ വാങ്ങുന്നുണ്ട്. ഇത് ശരിക്കും ഈ പടം മൊത്തം ഒരു കോമൺ മാൻ്റെ സ്ട്രഗിൾസ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും ഒരുപാട് അനുഭവങ്ങളും ഇതിൽ കാണാൻ പറ്റുന്ന നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക്. വീട്ടിലെ അച്ഛനും ഈ അച്ഛനായിട്ടുള്ള വ്യത്യാസം എന്താ? അല്ല, ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും അച്ഛന് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. കാരണം അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മോനാണ്. അപ്പോഴത്തേക്ക് പക്ഷെ പുള്ളിയുടെ ഉള്ളിലൊരു ഫയർ ഉണ്ട്. അത് പുറത്ത് പറയാൻ ഒരു ധൈര്യമല്ല. പക്ഷെ ആ സമൂഹം പുള്ളിനെ അനുവദിക്കുന്നില്ല. കാരണം പുള്ളി എന്തോ അടക്കി പിടിച്ച് ജീവിക്കും അച്ഛന് വേണ്ടി. അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആക്കുകയാണ്. ഇപ്പൊ പുള്ളിക്ക് എന്തായാലും നേടിയാൽ പറ്റത്തുള്ളൂ. അതാ പുള്ളി ആ ക്യാരക്ടർ ആർക്ക്. എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കോളേജിൽ എനിക്ക് ഞാൻ ആക്ടർ ആണെന്ന് പറഞ്ഞപ്പോൾ അവര് ശരിക്കും ഒരു ഡിഗ്രി എടുക്കും. അതായത് ഞങ്ങൾ അഭിനേതായി സപ്പോർട്ട് ചെയ്യാം. പക്ഷെ എന്റെ ഓഡിയൻസ് തീരുമാനിക്കുന്നത് എനിക്ക് വേണ്ടിയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്ന അത്ര സപ്പോർട്ട് ചെയ്യാൻ നീ ഇപ്പോൾ ചെയ്ത് നോക്കും നല്ലൊരു ഒരു സപ്പോർട്ട് വന്നു. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിനെ അഭിനന്ദിച്ചത്. കുറച്ച് പറഞ്ഞ പോലെ ഒരു വീട്ടിലെങ്കിലും ഇത് ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഓരോ സിനിമകളും അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നടന്നിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മിപ്പിക്കുന്ന പല കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ സിനിമകൾ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ UK കേരളത്തിലെ ചിത്രങ്ങൾ വരണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ചിത്രങ്ങൾ ഇനി കേരളത്തിൽ മിസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. ഇല്ല, ഒരു കാലത്തും മിസ് ചെയ്യില്ല. കാരണം UK വരുന്നു, അടുത്ത വേറെ സിനിമ വരും. ഉറപ്പായിട്ടും നമ്മളെപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തികച്ചും സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും ഇപ്പം കുട്ടികൾ നമ്മൾ തന്നെ പറഞ്ഞില്ലേ, എല്ലാ സിനിമകളിലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോയില്ല. കാരണം ജീവിതത്തിന്റെ പച്ചയാവിഷ്കാരം എന്ന് പറഞ്ഞില്ല, പക്ഷേ ജീവിതത്തിന്റെ തന്നെ ഒരു വേറിട്ടൊരു ആവിഷ്കാരം തന്നെയാണ് സിനിമ. സിനിമ എന്നും സന്ദേശം കൊടുക്കുന്നത് മെസ്സേജ് കൊടുക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം മാത്രം. നമ്മൾ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി സിനിമ എടുക്കല്ല. ഇപ്പം UK അങ്ങനെയാണ്. നമ്മളൊരു മെസ്സേജിലൂടെ അങ്ങനെയല്ല, ആളുകളെ രസിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശം നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ.
പക്ഷെ ഒരു വലിയ രസമുള്ള വലിയൊരു സിനിമ തന്നെയായിരിക്കും. ഒരു മോട്ടിവേഷൻ നമ്മൾ തോന്നും എന്തിലേക്ക് കൊള്ളാലോ എന്ന് തോന്നുന്ന സംഭവമുണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ സ്റ്റോറിയാണ്. യൂത്തിന് ഭയങ്കരമായിട്ട് വർക്കാവും. റീലിലാണ് ദിലീപേട്ടനായിട്ട് ആദ്യത്തെ സിനിമയുടെ എക്സ്പീരിയൻസ് ആയിട്ട് ദിലീപേട്ടനെ അനുഗ്രഹം പിടിക്കുമ്പോൾ റീലിൽ കണ്ടായിരുന്നു. ദിലീപേട്ടൻ ഫാനാണോ? അതെ അതെ, തീർച്ചയായിട്ടും ആണ്. കുഞ്ഞിലെ ഞാൻ ഡൈഹാർട്ട് മീശമാധവൻ ഫാനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ, കാരണം ഇതിന്റെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാന്ന് തോന്നി. അപ്പൊ ഡാൻസിലായാലും ശരിയാണ് ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ആളാന്ന് തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു UK എന്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളുള്ള ഒരു കാര്യമാണ് UK. അപ്പൊ അതിന്റെ ഷൂട്ട് ആയിക്കോട്ടെ, ഷൂട്ടിനുള്ള പ്രൊമോഷൻസ് ആയിക്കോട്ടെ, ഞാൻ എനർജറ്റിക് ആയിട്ട് നിന്നതൊക്കെ അതിനോട് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് കൂടെയാണ്. പിന്നെ ഡാൻസർ ആയതുകൊണ്ട് എല്ലാ സ്റ്റേജിലും ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ അപ്പം ഡാൻസ് കളിക്കും. പിന്നെ അതെ, അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. പടം ഇറങ്ങി അത് ഓഡിയൻസ് സ്വീകരിക്കുന്ന വരെ ഉണ്ടാവും. ഞാൻ ചോദിച്ചെന്ന് പലപ്പോഴും ഈ ദിലീപേട്ടൻ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ഫാൻകൾ എന്ന ലെവലിൽ എപ്പോഴും തോന്നുന്നുണ്ടോ, വിഷമം തോന്നുന്നുണ്ടോ? വിഷമം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ആരെയും അങ്ങനെ സിനിമകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുമ്പോൾ സിനിമകൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഡിഗ്രേഡ് ചെയ്യുമ്പോഴേ അത് സിനിമ വർക്കാകുന്ന ഓഡിയൻസ് ഉറപ്പായിട്ടും വിമർശിക്കും. അപ്പം അത് ദിലീപേട്ടൻ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരും എന്നുള്ളത് തിരിച്ചു വരാൻ ഒന്നും പോയിട്ടില്ല. പക്ഷെ എന്നാലും ദിലീപേട്ടൻ ഇനിയും ഇതേപോലെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയാം. പുള്ളിക്കാരന്റെ സിനിമകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും, അത് ഓഡിയൻസ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ്. ഏതാണ് കണ്ടു? അതെ, പോയില്ലല്ലോ. അതോടെ പറഞ്ഞില്ലേ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് നമ്മുടെ സെറ്റില്. അതെ, ഞാൻ ചെന്നിരുന്നു. പ്രിൻസ് കണ്ടതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി ദിലീപേട്ടനെ കണ്ടു. ഒരുപാട് സന്തോഷമായിരുന്നു പറഞ്ഞു. നേരിൽ തന്നെ പറയണമെന്ന് തോന്നി. ഈ സിനിമയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ നായകൻ നായകൻ അടിപൊളിയാണ്. നായകനായിട്ടുള്ള എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. രഞ്ജിത്തായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഞങ്ങൾ ആദ്യം കണ്ടപ്പോ ഞാൻ പോയി ചേട്ടാന്നൊക്കെ വിളിച്ചു, ഒന്ന് ബഹുമാനിക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ തന്നെ രഞ്ജിത്ത് പറഞ്ഞു അങ്ങനെ ഒന്നും വിളിക്കണ്ടെങ്കിൽ രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പിന്നെ ഡാൻസ് പ്രാക്ടീസ്, പിന്നെ ഷൂട്ട്, പ്രൊമോഷൻസ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കമ്പനി ആയത് പ്രൊമോഷൻ ടൈമിലാണ്. സോ അങ്ങനെ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രഞ്ജിത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഇറങ്ങിയ സിനിമകളിൽ രഞ്ജിത്തിന്റെ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു? സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോളമാണ്. പക്ഷെ രഞ്ജിത്തിന്റെ പേഴ്സണൽ പെർഫോമൻസ് വൈസ് എനിക്ക് ഖൽബാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നു പേഴ്സണലി സിനിമ UK വെച്ചിട്ട് രഞ്ജിത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതായിട്ടാണ് തോന്നുന്നത്. നായിക ബേസിക്കലി ഒരു ഡാൻസർ ആണ്. UK വരുമ്പോൾ ഡാൻസ് ചെയ്യാനുള്ള എബിലിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാണെങ്കിൽ ആ രീതിയിൽ പ്രതീക്ഷിക്കണം. അതെ, ഇപ്പം സിനിമയുടെ രസമാലയിൽ ഒരു സോങ് റിലീസ് ആയിരുന്നു. അപ്പൊ അതില് ഒരു ഫുൾ ലെങ്ത് ഡാൻസ് സോങ് ആണത്. അപ്പൊ അത് മാക്സിമം ആക്ച്വലി സിനിമയിൽ എന്റെ എൻട്രി ആ സോങ് കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഓഡിഷൻ ഒക്കെ കഴിഞ്ഞ് കൺഫേം ആയതിനു ശേഷം ഞാൻ ഡാൻസർ ആയതുകൊണ്ട് അവർ ചെറിയ സ്ക്രിപ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിലേക്ക് ഒരു ഭാഗമാവാൻ പറ്റി. സന്തോഷം. മേഡം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മോൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് മോനെ പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. മോന്റെ ആഗ്രഹം ആക്ടർ ആവണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഈ പോകുന്ന ജീവിതം പോലെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ മോനെ മറ്റൊരു കലാകാരൻ എന്ന നിലയിൽ മോനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. സിനിമയുടെ ഒരു അഭിനയം കഴിഞ്ഞ് വരുമ്പോൾ ഓരോ സിനിമ റിലീസ് കൂടുതൽ എന്തൊക്കെയായിരിക്കും സംസാരിക്കാറുണ്ട്? ഞങ്ങൾ കുടുംബമായിട്ട് കലയെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പൊ ഞങ്ങള് 2009 നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യുന്നത്. പ്രണയമാണെന്നുള്ള നമ്മുടെ ഫസ്റ്റ് ഫിലിം. അന്ന് രഞ്ജിത്ത് തീരെ കുഞ്ഞായിരുന്നു. പക്ഷെ രഞ്ജിത്ത് കൊച്ചിലെ തൊട്ട് ഒരു ആർട്ടിസ്റ്റാണ്. അവൻ നടക്കുന്നതിന് മുമ്പേ ഡാൻസ് ചെയ്യുന്നതാണ് എൻ്റെ അനുഭവം. മ്യൂസിക്കിനെ പറ്റിയാണെങ്കിലും ആർട്ടിനെ പറ്റിയാണെങ്കിലും നല്ലപോലെ വരയ്ക്കും. സോ ആർട്ടിസ്റ്റ് ഒത്തിരി പുള്ളിക്കാരൻ്റെ രഞ്ജിത്തിന്റെ ലൈഫിന്റെ ഒരു വെരി സെൻട്രൽ കോർ ആസ്പെക്റ്റ് ആണ്. അപ്പം കൊച്ചിലെ തൊട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവനൊരു ആർട്ടിസ്റ്റാണ്. ബട്ട് അവൻ പഠിത്തത്തിൽ ഇന്റലിജന്റ് ആണ്. പക്ഷേ അക്കാഡമിക്കലി
ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. അവൻ്റെ ഏറ്റവും ഹാപ്പി സ്പേസസ് പെർഫോമിങ് ആ സമയത്താണ് അവൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു സ്പേസ്. പഠിത്തം ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഒരു ആക്ടറിൻ്റെ ഒരു സ്പേസ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ഒരു ഫീൽഡാണ്. അതിൽ നമുക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫോൾ ബാക്ക് ചെയ്യാനായിട്ടൊരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഞങ്ങൾ പേരൻസിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചോ. പക്ഷെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡാൻസ് ക്ലബ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അപ്പം പെർഫോമിംഗ് പാരലലി എപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട്. പഠിച്ചുകൊണ്ട് കോളേജ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വർക്ക്ഷോപ്സ്, മൂവീസ്, ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പം ആർട്ടിനെ മനസ്സിലാക്കി രഞ്ജിത്തിന്റെ കഴിവും അവന്റെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും മനസ്സിലാക്കി ഞങ്ങൾ പിള്ളേരുടെ ഐ ഹാവ് 2 kids. രഞ്ജിത്താണ് മൂത്തത്, എൻ്റെ മോളാണ്. പുള്ളിക്കാരി നല്ല പാടും. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ആർട്ടിസ്റ്റിക് ടാലൻസിനെ ഞങ്ങൾ എപ്പോഴും എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ആസ് പേരൻസ് ചെയ്തിട്ടുണ്ട്. കൽബ് വേണ്ടത്ര തിയേറ്ററിൽ നമുക്ക് വിജയമുണ്ട്. OTT വന്നപ്പം ഏറ്റവും നമ്പർ സിനിമയായിട്ട് തന്നെ മാറി. ആ സമയത്തൊരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രഞ്ജിത്തിന്റെ അഭിനയം ഞാൻ എപ്പോഴും അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കൽബ്. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ അവസാന സിനിമ എന്റെ കണ്ണു അറിയുന്ന സീനുകളായിരുന്നു. അത് തന്നെ ഞാൻ വീണ്ടും ചെയ്യുന്നു. അന്ന് തിയേറ്ററിൽ പരാജയപ്പെടുന്നു, പിന്നീട് OTT നല്ല വിജയം വരും. ആ സമയത്ത് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന നിലയിലും അല്ലാതെ ഒരു നല്ല സിനിമ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം, ഇത് രണ്ടും ഒരു വലിയ വിഷമം തന്നെയാണ്. അപ്പം തിയേറ്ററിൽ അത്ര ഒരു സക്സസ്ഫുൾ റൺ ഇല്ലായിരുന്നു. അപ്പം നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഭയങ്കര ഒരു സ്ട്രോങ് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ സിനിമ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയാൽ ഇറ്റ് വിൽ ടേക്ക് ഓഫ്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മിറ്റഡ് ആയിട്ട് ഇറങ്ങി തിരിഞ്ഞ് സിനിമ തിരിച്ചെടുത്ത് OTTയിൽ നമ്മൾ പിച്ച് ചെയ്ത് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റെസ്പോൺസ് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു നല്ല സിനിമ യങ്സ്റ്റേഴ്സും ചിൽഡ്രൻ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച് ഏറ്റെടുത്ത് ഒത്തിരി സന്തോഷം. ഇതുപോലെ എത്രയോ സിനിമകൾ തിയേറ്റേഴ്സിൽ ചിലപ്പോൾ റൺ കിട്ടാതെ ആൾക്കാരിൽ എത്തിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല സിനിമകളെ എല്ലാവരും, മീഡിയ ആണെങ്കിലും നിങ്ങളെല്ലാവരും പ്രേക്ഷകര് സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഒത്തിരി ഹാർഡ് വർക്ക്, ഏത് സിനിമയുടെ പിന്നിലും ഒത്തിരി ടെക്നീഷ്യൻസ്, കാസ്റ്റ് ആൻഡ് ക്രൂ, പ്രൊഡക്ഷൻ, ഒത്തിരി ആൾക്കാരുടെ ഹാർഡ് വർക്കും സമയവും എഫേർട്ടും എല്ലാം പോയിട്ടുണ്ട്. അപ്പം നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. UK ഒരു ശരിക്കും നമ്മുടെ കേരളത്തില് എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അത് യങ്സ്റ്റേഴ്സ്, പേരൻസ്, നമ്മുടെ സമൂഹം, നമ്മുടെ ലീഡേഴ്സ്, നമ്മൾ ഓരോരുത്തരും എല്ലാവരും പറഞ്ഞ പോലെ UK ഓരോ വ്യക്തികളും നമ്മുടെ എല്ലാ വീടുകളിലും ഒരാളെങ്കിലും കാണും. യങ്സ്റ്റേഴ്സിന്റെ ഓരോ ഇമോഷൻസ്, ഫാദർ സൺ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അത് കാരണം നമ്മൾ തന്നെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കുറെ ഇമോഷൻസ്, ഡ്രീംസ്, അങ്ങനത്തെ കുറെ ആസ്പെക്ട്സ്. പിന്നെ നമ്മളുടെ നാട് ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അഡ്രസ് ചെയ്യുവാണ് ഈ സിനിമ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങളുടെ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. വിജയിപ്പിക്കണം. ഇതിനു മുമ്പ് ചെയ്ത ഉപയോഗങ്ങളുണ്ട്. അപ്പൊ അത് നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു ചിത്രമായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ റീൽസ് ആയിട്ട് നല്ല ഹ്യൂമർ വർക്ക്ഔട്ട് ചെയ്ത ഒരു ചിത്രമായിരുന്നു. അങ്ങനെ ഒരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ജോണുണ്ട്, അത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഇപ്പൊ തിയേറ്ററിൽ കാണുമ്പോൾ വാവും, അല്ലെങ്കിൽ ഒരു എഴുന്നേറ്റ് കൈയ്യൊക്കെയുള്ള മോമെന്റ്സ് ഉണ്ടാക്കുന്ന സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത് ചലഞ്ചിങ് ആണ്. എത്രത്തോളം ചലഞ്ച് ഉണ്ടായിരുന്നു ഇതൊരു സിനിമ? സേഫ് സോണിൽ നിന്ന് ഇങ്ങനെ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യണം എന്ന് തോന്നാൻ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? എപ്പോഴും എല്ലാ സമയവും ആഗ്രഹിക്കുന്നതല്ല, വ്യത്യസ്തമായിട്ട് സിനിമ ചെയ്യാനാണ് ആഗ്രഹം. ഒരു ലോക്കൽ കല്യാണ വീട്ടിൽ നടക്കുന്ന ഞങ്ങൾ വീടുകളിൽ വളർത്തും. ഞങ്ങൾക്ക് അവരുടെ കാഴ്ചകൾ ഒപ്പിയെടുത്ത് ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകളാണ് എനിക്ക് ആ സിനിമയിൽ കിട്ടിയത്.
അങ്ങനെ ഒരു ഹ്യൂമർ സിനിമയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അതുപോലെ തന്നെ സിനിമ ചെയ്യാന്നുള്ളതിനേക്കാളും അപ്പത്തേക്ക് ഒരുപാട് അങ്ങനത്തെ സിനിമകളും കഥകളൊക്കെ വന്നിരുന്നു. ഒരു ത്രില്ലറൊക്കെ മനസ്സിൽ ആലോചിച്ചിരുന്നു, അതല്ലാണ്ട് ഒരു സിനിമ ആലോചിച്ചു. പക്ഷെ അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് നമ്മളുടെ ചില അനുഭവങ്ങൾ, ചില എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സിന്റെ ചില തീരുമാനങ്ങളാണ് എന്നെ ഇങ്ങനൊരു കാര്യം ചിന്തിപ്പിച്ചത്. അപ്പോൾ ഈ സിനിമ ചിന്തിച്ച് തുടങ്ങി നമുക്ക് ഒഫ്കോഴ്സ് അതിലേക്ക് മാറാനൊരു ഇങ്ങനത്തെ സിനിമ ചെയ്യണോ വേണോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോൾ ആ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജോലിച്ചായിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ നമുക്ക് ഇതിലേക്ക് ആവാം എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് നമ്മളെ നേരത്തെ പറഞ്ഞ ആ കാര്യമായിട്ട് മറന്നു. ഏത് സിനിമ സേഫ് ആവുമോ അത് വിട്ടു. നമ്മൾ ഓരോ സിനിമയും നമ്മൾ ചെയ്യുമ്പോൾ ഇത് വലിയ വിജയം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ സമയവും വരുന്നത്. പിന്നെ അതിന് ഏറ്റവും നല്ലൊരു പ്രൊഡക്ഷൻ സപ്പോർട്ട് വേണ്ട ഒരു സിനിമയാണ്. ഇതുപോലത്തെ കണ്ടന്റ് നമ്മൾ പറയുമ്പോൾ അതുപോലത്തെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് വേണം. ആ സപ്പോർട്ട് ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഉണ്ടാകും. തീർച്ചയായിട്ടും കൊണ്ടജൻ സിനിമയാണെങ്കിൽ ഭയങ്കര സേഫാണ്. സിനിമയാണെങ്കിൽ എപ്പോഴും നമുക്ക് എപ്പോഴാണെങ്കിലും സിനിമയ്ക്ക് സാധനമാണ് ഹ്യൂമർ, ലവ് സ്റ്റോറി. ഇത് അതുപോലത്തെ സിനിമയല്ല. പക്ഷെ ഈ സിനിമ ചെയ്തതിൽ അനുഭവങ്ങളുണ്ട് എന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. നാളെ മറ്റൊരു സിനിമ റിലീസാണ്, അതിന്റെ റിസൾട്ടൊക്കെ ദൈവത്തിന്റെ പ്രേക്ഷകരുടെ കയ്യിലാണ്. പക്ഷെ ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള തോന്നുന്നത് എനിക്ക് നേരത്തെ പറഞ്ഞ ടെൻഷനുണ്ട്. ഇപ്പം പഴയ കാലമല്ല, ഇപ്പം കുറെ നാമവിശേഷമായി തിരിച്ചു വരാൻ നല്ല റിസ്ക്കാണ്. അല്ല, ഞാൻ പണ്ടൊന്നും അങ്ങനെ സിനിമയോട് പാഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ തുടർച്ചയായിട്ട് സിനിമ എടുത്തിട്ടില്ല. ഞാൻ 95-ലാണ് ആദ്യത്തെ സിനിമ ഡോക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുറക്കുറുക്കനത്, പേട്ടൻ 10. പിന്നെ ഏറ്റവും എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു ചിത്രമാണ് രക്ഷാധികാരി വല്ലുവെപ്പ്. അപ്പം നല്ല സിനിമകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. നല്ല നിങ്ങളുടെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്ററാണ് നമ്മുടെ ശ്രീകേട്ടനാണെന്ന് പറയും. സന്ദേശം സിനിമയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമ. അപ്പോ ഗ്രൗണ്ട് നഷ്ടപ്പെടുന്ന കഥയാണ് രക്ഷാധികാരി വല്ലുവെപ്പ്. അപ്പൊ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു നൊമ്പരം. അപ്പൊ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു ആ സിനിമ. അപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പൊ അതിന്റെ ഒരു ഗവൺമെന്റ് ഭയങ്കര നിലവിലാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യണം. ഇതൊരു കൊമേഴ്ഷ്യലി എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ PK സജീവ് പ്രൊഡ്യൂസർ, നിങ്ങളെല്ലാവരും നാട്ടുകാരാണ്, പഴയ സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സിനിമയെ പറ്റി ചിന്തിക്കുന്നത്, ഇങ്ങനൊരു സിനിമ നടപ്പിലാവുന്നത്. അപ്പൊ ഈ സിനിമ എനിക്ക് വളരെ ഉറപ്പുണ്ട്. ഈ സിനിമ കണ്ടിട്ട് ആരും ഇറങ്ങിയിട്ട് പറയില്ല അയ്യേ എന്തായാലും ഒരിക്കലും പറയില്ല. അപ്പൊ ഓൾറെഡി അങ്ങനെ ഒരു അത് അഭിപ്രായത്തിൽ കണ്ടവരും കഥ കേട്ടവരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് കേരളത്തിലെ ചില പ്രമുഖ വ്യക്തികളുടെ ഒരു പ്രമേയം നടത്തിയത്. അപ്പൊ സിനിമ കണ്ടതിന് ശേഷം അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അപ്പൊ അതിൽ ഒരാൾ വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരു 4-5 വർഷമായി പല വേദികളിലും പ്രസംഗിച്ചു നടക്കുന്ന ഒരു വിഷയം നിങ്ങൾ വെറും 2 മണിക്കൂറോട് പറഞ്ഞ് അതിന്റെ ഏറ്റവും അങ്ങേറ്റവും അതായത് കൺവിൻസിംഗായിട്ട് നിങ്ങൾ പറഞ്ഞു ഹാറ്റ്സ് ഓഫ് ടു എന്ന് പറഞ്ഞു കൈയടിച്ച പോയി നമുക്ക്. അപ്പൊ അതിൽ വലിയ ഒരു അഭിമാനമില്ല. സിനിമ ഓടുകയോ ഓടാതിരിക്കുകയോ അതുപോലെ ഒരുപാട് സിനിമകളുണ്ട്, മയക്ക് വയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷെ നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നത് പടങ്ങൾ ഒരുപാടുണ്ടെന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോവുകയും നോക്കുന്നത്. പക്ഷെ അത് വേണ്ടപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പൊ മലയാളികളോട് അല്ലെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ എല്ലാവരും ഈ സിനിമ സാധാരണ ഇതെല്ലാം പ്രമോഷന്റെ ഒരു ഭാഗമാണ്. എന്നാൽ പോലും ഈ സിനിമയ്ക്ക് നിങ്ങൾ ഒരു സ്പെഷ്യൽ സപ്പോർട്ട് തരണം. കാരണം ഇത് നമ്മുടെ വിഷയമാണ്, ഈ നാടിന്റെ വിഷയമാണ്. അങ്ങനെ ഒരു സബ്ജക്ട് എടുത്താൽ ഒരു പ്രൊഡ്യൂസറും ഇന്നത്തെ കാലത്ത് തയ്യാറായില്ല. കാരണം അതിൽ കൊമേഴ്ഷ്യൽസ് ആണ്. ഇതൊരു ചെറിയ സിനിമയല്ല. നല്ല പൈസ മുടക്കിയിട്ട് 10-70 ദിവസം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്ത് അത്രയും പെർഫെക്ഷനോടുകൂടി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാവർക്കും കാണാം മേക്കറ്റ് അതിന് ചെറിയ സിനിമ, ആർട്ടിസ്റ്റ് അങ്ങനെ നോൺ ആർട്ടിസ്റ്റ് ഒന്നുമില്ല. അപ്പൊ എന്നൊക്കെ പറയും. പക്ഷെ ഇതിന്റെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് അങ്ങനെയല്ല. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു അഡീഷണൽ സപ്പോർട്ട്, ഒരു അഡീഷണൽ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് പ്രൊമോഷന് വേണ്ടി ഉണ്ടാവണം. കാരണം ഇതെല്ലാം നമ്മുടെ കഥയാണ്, കേരളത്തിന്റെ കഥയാണ്. നിങ്ങൾ എല്ലാവരും, നിങ്ങളും സുഹൃത്തുക്കളും എല്ലാവരെയും സിനിമ കണ്ട് ഈ സിനിമ വലിയ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
പോലെ അല്ലല്ലോ ഇപ്പൊ തന്നെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് ഇതെല്ലാം. അതെ. അന്ന് സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നുമില്ല താങ്കളുടെ കാലത്ത്. അതെ. പക്ഷെ അന്നൊക്കെ ഈ സിനിമ താങ്കളുടെ വിജയത്തിലേക്ക് ഒറ്റ ദിവസം ആ വെള്ളിയാഴ്ച എന്നുള്ള ദിവസം റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഇന്ന് വെള്ളിയാഴ്ച എന്ന ദിവസം റിലീസ് കഴിഞ്ഞാൽ പിന്നെ റിവ്യൂ ചെയ്താൻ വേണ്ടി കുറെ ആളുകൾ വരും. ആ സിനിമയെ നന്നാക്കാനും ദോഷമാക്കാനും ആളുകൾ. അല്ല, ഞാൻ അതെങ്ങനെയാണ് താങ്കൾ റിവ്യൂ ചെയ്ത ഒരു സിനിമയും ഇവിടെ നന്നായിട്ടില്ല. നല്ല സിനിമകൾ ഓടും, ഏത് സിനിമ നല്ല സിനിമകൾ ഓടാൻ കിട്ടുള്ളൂ. എന്നാൽ ഒരു മോശം സിനിമ റിവ്യൂ ചെയ്ത് ഏതാണ് ഒരു ഉദാഹരണം പറയും. മോശപ്പെട്ട സിനിമ റിവ്യൂ ചെയ്ത് നന്നാക്കിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ആർക്കെങ്കിലും പറയാൻ പറ്റും. ഏത് സിനിമ എടുക്കും. ചിലപ്പോൾ ഒരു നല്ല സിനിമയെ മീൻസ് മോശപ്പെട്ട ശ്രമങ്ങളുണ്ടാവാം. പക്ഷെ നല്ല സിനിമ എന്തും മലയാളികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് തിയേറ്ററിലോടും അത് നല്ല റിവ്യൂ കൊടുക്കണമെന്നില്ല. മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഇത്ര ഒരു ഗ്യാപ്പ് വരാനുള്ള കാരണം ഗ്യാപ്പൊന്നുമില്ല. ഞാനിടയ്ക്ക് കുറച്ച് എനിക്കൊരു റിസോർട്ടിന്റെ കാര്യങ്ങളായിട്ടൊക്കെ അതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു സിനിമ ഒരു ബിസിനസ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് സിനിമ ഒരിക്കലും ഒരു ബിസിനസ് അല്ല. അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാനത് പച്ചയായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ, അതായത് ഈ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വേണം സിനിമയിൽ പൈസ മുടക്കാൻ. ഒരു രൂപ പോലും തിരിച്ചില്ല. പണ്ടൊക്കെ നമ്മൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ വെടിപ്പെട്ടി ഇങ്ങനെ ബാക്കി എത്തും, ടെലിവിഷൻ കിടന്ന് ഉറങ്ങാൻ. ഇപ്പൊ അതുപോലുമില്ല. അതാണ് അവസ്ഥ. ആ സമയത്ത് തന്നെയാണല്ലോ പെട്ടി ചുമന്നുകൊണ്ട് പോകുന്ന അവസ്ഥ. അതായിരുന്നു. പക്ഷെ ഇപ്പൊ അതുപോലുമില്ല. നമുക്ക് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം, ഞാനെടുത്ത സിനിമയാണ് പെട്ടിയിൽ ഇരിക്കുന്നു. ഇപ്പൊ അതുമില്ല സാധനം. അപ്പൊ അതാണ് സിനിമയുടെ വ്യത്യാസം. ഇതാണ് സോഷ്യൽ മീഡിയാസ് ഇങ്ങനെ ഇല്ലല്ലോ. നമ്മളല്ല ഈ 2017 ഇത്ര സ്ട്രോങ് അല്ല സോഷ്യൽ മീഡിയാസ്. അതാണ് സിനിമയുടെ ഒരു. അപ്പൊ ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സിനിമ എടുക്കാൻ ധൈര്യമായിട്ടുള്ള സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം വളരെ സത്യമാണ്. ഇങ്ങനൊരു സിനിമ കാലത്തിന്റെ ആവശ്യമാണെന്നുള്ളത് ആരും ധൈര്യപ്പെടില്ല. ഞാൻ ഓണസ്റ്റ്ലി ഞാൻ പറയും, ഇങ്ങനൊരു സിനിമ എടുക്കാൻ ഇന്നത്തെ കാലത്ത് ആരും ധൈര്യപ്പെടില്ല. അപ്പൊ ധൈര്യം കാണിച്ചാൽ നിങ്ങൾ അഭിനന്ദിക്കണം. അതെ ജോണിച്ചേട്ടാ, അപ്പൊ അതിൽ നിന്ന് തന്നെ ചോദിക്കുന്നത് ഇപ്പൊ റിവ്യൂ സിസ്റ്റത്തിലെ കാര്യങ്ങൾ നമ്മൾ കുറെ നാളെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അസീസിക്ക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് ലൈവ് റിവ്യൂ വന്നിട്ട് ഞാൻ ആദ്യം കണ്ടില്ല. പിന്നെ എന്റെ കൂട്ടുകാർ കണ്ടതിന് ശേഷമാണ് ഞാൻ നേരിട്ട് പോയി കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റം, അതായത് ഓൺലൈൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ റിവ്യൂ സിസ്റ്റം കാരണം സിനിമകൾ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയാണ് സിനിമയ്ക്ക് വേണ്ടതെന്ന് ചേട്ടൻ പൂർണ്ണ വിശ്വസിക്കുന്നുണ്ട്. ഇതിന്റെ ഉത്തരവാണ് അച്ഛൻ പറഞ്ഞത്. ഒരിക്കൽ പബ്ലിസിറ്റി ഏറ്റവും വലിയ പബ്ലിസിറ്റി, അതിന് പബ്ലിസിറ്റി. പിന്നെ കുറച്ച് നാള് വെളിച്ചത്തെ നടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് വെളിച്ചം അനുഭവപ്പെടും. അതായത് കറക്റ്റെന്ന് പറയും, പറഞ്ഞാല് കറക്റ്റാന്ന് മനസ്സിലാക്കും. ആളുകൾ ജനം തിയേറ്ററിൽ കയറുന്ന അവർക്ക് രസിക്കാനുള്ള ഉണ്ടോ സംഗതികളോ നോക്കിയിട്ടാണ് അവർ ഓരോ പടത്തിന് ഓരോ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ദിലീപിന്റെ പ്രശ്നം നിന്ന് എന്താണോ ദിലീപിനെ പ്രതീക്ഷിക്കുന്നത് അതെല്ലാതെ ഉണ്ടായിരുന്നു. അവർ ഹാപ്പി ആയിരുന്നു. അവര് അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയുന്ന ഒരു കണക്ഷൻ വന്നായിരുന്നു. അപ്പൊ അത് അനുഭവപ്പെട്ടതല്ലേ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യൻ സത്യം. ഒരുപാട് ചോദ്യം ചോദിക്കാൻ കഴിയട്ടെ. അങ്ങേക്ക് ഒരുപാട് എനിക്ക് നൽകിയിട്ട് എന്ന് ഈ പരിവാർ സിനിമയിൽ വേറെ ആളുകളായിരുന്നു, നിങ്ങൾ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. പുതിയ പുതിയ ആളുകൾക്ക് ടൈം കൊടുക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പുതിയ കഥ കേൾക്കാനും പുതിയ പുതിയ സംവിധായകർക്ക് സമയം കൊടുക്കുന്നു. അങ്ങനെ ഇനിയുള്ള ഒരു യാത്രയും അങ്ങനെ തന്നെയാണോ? സിനിമയിൽ എസ്പെഷ്യലി ഈ കാലത്ത് ഒത്തിരി ടാലൻസ് നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇപ്പൊ രഞ്ജിത്ത് ഞങ്ങളുടെ മോനാണ്. രഞ്ജിത്തിന് നമ്മളൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നു. അവന്റെ കഴിവ്, അവന്റെ ഹാർഡ് വർക്കും കമ്മിറ്റ്മെന്റും പെർഫോമൻസിലായിരിക്കും അതിന്റെ സക്സസ്. ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പം ഞങ്ങൾ ശരിക്കും സിനിമ, അലക്സ് പറഞ്ഞ പോലെ വേറെ കുറെ മേഖലകളിൽ ബിസിനസ് ഉള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു മണി മേക്കിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല, ഒരു ബിസിനസ് മാത്രമായിട്ടല്ല.
അങ്ങനൊരു സ്നേഹവും പാഷനും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫിലിം പ്രൊഡക്ഷനിലോട്ട് വരുന്നത്. അലക്സ് പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ പൈസ ചെലവാക്കുന്നു, ഒരു 10-100 ദിവസത്തിനകം വലിയൊരു തുക ചെലവാക്കുന്നു, പക്ഷെ അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു 100% ഗ്യാരണ്ടി ഒരിക്കലും നമുക്കില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു പ്രോജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ കാസ്റ്റിംഗ് ക്രൂ ടെക്നീഷ്യൻസിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചൂസ് ചെയ്യുന്നത്. കോണ്ടന്റ്, ഫസ്റ്റ് തിങ് കോണ്ടന്റ്. എന്തുകൊണ്ട് നമ്മൾ ഈ കോണ്ടന്റ് ചെയ്യണം? നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ചിലപ്പോൾ ഈ സിനിമ എടുക്കാൻ ധൈര്യപ്പെടുന്ന എനിക്കൊരു ധൈര്യക്കുറവും ഇല്ല ഈ സിനിമ എടുക്കാൻ. ബിക്കോസ് നമ്മളൊരു മെസ്സേജ് മാത്രം കൺവേ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിന് നമുക്ക് ഒരു ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും. പക്ഷെ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പോൾ അത് സിനിമ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കുറെ ആസ്പെക്ട്സ് ഉണ്ട്. എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ്, ഇമോഷണൽ ഫാക്ടേഴ്സ്, കാണാൻ വിഷ്വലി ബ്യൂട്ടിഫുൾ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, ഇതെല്ലാം കൂടെ ചേർന്നാണ് കമേഴ്ഷ്യലി ഒരു സക്സസ്ഫുൾ മൂവി ആവുന്നത്. അപ്പം ഈ ആസ്പെക്ട്സിനെല്ലാം നമ്മൾ ആവശ്യത്തിന് ഉള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ സിനിമയിൽ കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, നല്ല ഇമോഷണൽസ് മോമെന്റ്സ് ഉണ്ട്, യൂത്തിനെ അഡ്രിനാലിൻ പമ്പ് ചെയ്യാനുള്ള കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം കമേഴ്ഷ്യലി എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു സിനിമ തന്നെയാണ് UK. അപ്പൊ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയില് ഇന്നും കുറെ ന്യൂ ആർട്ടിസ്റ്റിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സാരംഗിയുടെ ഫസ്റ്റ് ഫിലിമാണ്. നമ്മുടെ പ്രോജക്ട്സിലെല്ലാം ന്യൂ ടെക്നീഷ്യൻസ്, ന്യൂ ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റിനെല്ലാം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഒരു ആർട്ടിസ്റ്റിനെ ബ്ലൂം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം. സോ ആസ് എ ബാനർ ഫ്രേഗർ നേച്ചർ ക്രിയേഷൻസ്, ഫിലിം ക്രിയേഷൻസ്, ഞങ്ങൾ എപ്പോഴും ആ ഒരു പ്ലാറ്റ്ഫോം ഫോർ ഡിസേർവിംഗ് ടാലൻസ് തീർച്ചയായിട്ടും കാണും, പുതിയ പുതിയ ആളുകൾക്ക് സമീപിക്കാം. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ കോൺസെപ്റ്റും എല്ലാ ക്രിയേഷനും അരുൺ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ടൈറ്റിലോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കുറെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ ഒരു കോൺസെപ്റ്റ് വെരി റെലവെന്റ് ആണ് നമ്മുടെ നാട്ടില്, വെരി റെലവെന്റ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാട്ടിലെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് ആണ്. ഇത് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. അപ്പം ഈ കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്തതും ആ ക്യാച്ചി, ഒരു സിനിമയുടെ ടൈറ്റിൽ ക്യാച്ചി ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ. അപ്പൊ ആ സബ്ജക്റ്റിനെ ഉൾക്കൊള്ളുന്ന ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലോട്ട് എത്തിച്ചേർന്നു. അരുൺമേഘാവിൽ ഒത്തിരി സിനിമ സ്ക്രിപ്റ്റ് ചെയ്യുന്നതും അതിനെ ഈ രീതിയിലാക്കി എടുക്കാനും, പിന്നെ നമ്മളെല്ലാവരും ടീം വർക്കാണ്. അലക്സും സജീവും എൻ്റെ ഹസ്ബൻഡ് ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഫിലിമിനോടുള്ള പാഷൻ, അങ്ങനെ ഞങ്ങൾക്കൊരു സിനിമ ഒരുമിച്ച് ചെയ്യാൻ പറ്റി വലിയ സന്തോഷമുണ്ട്. അപ്പൊ UK, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കണം. 23rd കമ്മിങ് ടു തിയേറ്റേഴ്സ്. രഞ്ജിത്ത് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഒരു യുദ്ധത്തിൽ നിന്നാണ് അന്ന് വന്നത്. അത് ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു, അത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് നേരിട്ട് കാണുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നാണ് ഞാൻ. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ദിവസം നേരത്തെ UK പ്രൊമോഷൻസ് വേണ്ടി വന്നു. പക്ഷെ ഞാൻ ഉള്ള സമയത്ത് അവിടെ മോക്ടൽസ് നടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു 8 മണി തൊട്ട് 10 മണി എല്ലാ എലക്ട്രിസിനും കട്ടാവും മോഡലിങ്. പിന്നെ അവിടെ ഒരുപാട് പൊടിക്കാറ്റും ഉണ്ട്. പക്ഷെ എന്നാലും മൊത്തം ഒന്നുകൂടി റീസ്റ്റേബിലൈസ് ചെയ്ത് ഇനി ഇത് കുറച്ചായിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. കാരണം ഞങ്ങൾ 10 ദിവസം ഷൂട്ട് ചെയ്തു. ഇനിയും കുറച്ച് 3 മാസം ബാക്കിയുണ്ട്. കാരണം ഇത് വലിയ പ്രോജക്റ്റാണ്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഇങ്ങനത്തെ തടസ്സങ്ങൾ വന്നാൽ നല്ല പ്രൊഡക്റ്റ് വരത്തുള്ളൂ. കഷ്ടപ്പാടില്ലാതെ ഒന്നും നേടാൻ പറ്റില്ല. ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു പടമായി ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര റിസ്ക് പടമാണ്. സോ ഓബിയസ്ലി നമ്മളതിനെ എല്ലാവരും നമുക്ക് കാസർഗോഡ് ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ തിരിച്ച് ഷൂട്ടിലോട്ട് പിന്നെയും വേണം. അതിന് വെയിറ്റ് ചെയ്യും.
അതൊരു വലിയ സിനിമയാണ്, വലിയൊരു സിനിമയാണ്. രഞ്ജിത്തിനെ സംബന്ധിച്ചോളം സിനിമകൾ വരുന്നവർ മുഖ്യമന്ത്രി ഒരേ സിനിമകൾ വരുന്നുണ്ട്. രഞ്ജിത്തിനെ മറ്റ് പ്രൊഡ്യൂസർമാർ, മറ്റ് ഡയറക്ടർമാർ രഞ്ജിത്തിനെ വേണ്ട പോലെ മലയാള സിനിമയിൽ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ വല്ലതും തോന്നാറുണ്ട്? ആക്ച്വലി ഞാൻ ഇപ്പോൾ തമിഴ് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സൺ പിക്ചേഴ്സിന് വേണ്ടി. പിന്നെ വേറൊരു മലയാളം പടത്തിന് ഷൂട്ട് തുടങ്ങി. പിന്നെ അതിപ്പോ കുറച്ചൊന്ന് ഒരു സ്കെഡ്യൂൾ ബ്രേക്ക് എന്തോ വന്നേക്കൊന്ന് കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ മേഖല എന്ന് പറഞ്ഞ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു മേഖല. നമ്മളൊരു സ്ഥാനത്ത് നിന്ന് എനിക്ക് ഒരു സമയത്ത് നിന്ന് അവിടെ നിൽക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. ഒരു പുതിയ നമ്മൾ കണ്ടുമാറ്റി നമ്മൾ റേസ് എടുക്കാം. നമ്മളെപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഇരിക്കണം, തയ്യാറായിട്ടിരിക്കണം പണിയെടുക്കാൻ വേണ്ടി. എന്റെ സമയം എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് എന്റെ അടയാളം മലയാളം മനസ്സിൽ ഉണ്ടാക്കണം. അതിന് ഒരു വാശിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ഇവിടുത്തെ എന്റെ ആയിട്ട് അടയാളം ഉണ്ടാക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇന്നലെ നാളെ സ്വാശ്വാസത്തിന് മുന്നോട്ടുണ്ട്. ഇല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരുപാട് നമ്മുടെ ഈ ഒരുപാട് പ്ലാൻ സീക്വൻസസ് ചിലപ്പം എനിക്ക് ചിലപ്പോൾ ഡയലോഗ് പറഞ്ഞിരിക്കുകയായിരുന്നു, ചില ഇമോഷൻ പറഞ്ഞ് ചിലപ്പോൾ നിർത്തി സസ്റ്റെയിൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ ഞാൻ ആ സീൻ അഭിനയിക്കുമ്പോൾ ഞാൻ കൊടുക്കാറില്ല. പക്ഷെ ഇപ്പോഴും എക്സ്പീരിയൻസ് ആണ് എപ്പോഴും പറയാറുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇപ്പം എന്താണ് മോനിപ്പം ഇങ്ങനെ ചെയ്ത കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത കുറച്ചുകൂടി വിഷ്വലി സമയം ചിലപ്പോൾ കട്ടായ കുറച്ചുകൂടി സമയം അങ്ങനെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഗവൺമെന്റ് വരുന്നത് ഇപ്പം എന്റെ കഴിഞ്ഞ 2 പടങ്ങളായാലും സിദ്ദിഖിനോട് വർക്ക് ചെയ്യാൻ പറ്റി, ഇപ്പൊ ജോൺ ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും നല്ലൊരു പുതിയ ആക്ടർ തന്നെ. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ്, ഇത്രയും വെറ്റഡ് ആക്ടേഴ്സ് പോയി ഇത്രയും ഇൻഡസ്ട്രി ഇത്രയും നാളുള്ള ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസും ഗൈഡൻസ് കിട്ടുന്ന നിസ്സാര കാര്യമില്ല. അത് ഞാൻ എല്ലാ പടത്തിനും ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അടുത്ത പടത്തോട്ട് പോകുന്നു. സോ വലിയ കാര്യമാണ് ഞാൻ കരുതുന്നത് മൊത്തമായിട്ട്. പറഞ്ഞതുപോലെ എനിക്ക് ആ ഒരു സാധനം പറഞ്ഞ ഒരു പോയിന്റ് ആണ്, എനിക്ക് ഇവിടെ നിൽക്കണം, എനിക്ക് തെളിയിക്കണം എന്നുള്ള അങ്ങനെ ഒരു വലിയ ധൈര്യത്തോടുകൂടിയാണ് രഞ്ജിത്ത് പറയുന്നത്. ആ ഒരു കലാകാരൻ പറയുകയാണ്. അതൊരു എനിക്കൊരു ഫീൽ ചെയ്തുകൊണ്ട് തന്നെ പറയാം, ആ കലാകാരന്റെ ആഗ്രഹമാണ് മലയാള സിനിമയിൽ എന്റെ ആ ഒരു പേര് അടയാളപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഒരു സീനിയർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താ തോന്നുന്നത് ആ ഒരു വാക്കിൽ? നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അതായത് എഴുത്ത സിനിമ അല്ലാതെ ഒന്നും ചിന്തിക്കുന്നില്ല. നേരത്തെ തന്നെ സീൻസ് മനസ്സിലാക്കുന്നു, എല്ലാം കൃത്യമാണ്, സമയത്ത് കൃത്യമായി വരുന്നു. അതിനുവേണ്ടി നല്ല ഡെഡിക്കേഷനാണ്. ഇതിനെ ഉഴപ്പാറില്ല. ശ്രമിക്കുന്നു രഞ്ജിത്തിപ്പോ പഠിച്ചു വേറെ നിലയിലൊക്കെ എത്തുന്ന ആളായിരിക്കാം. പക്ഷെ രഞ്ജിത്ത് തീരുമാനിച്ചത് മതി തീരുമാനിച്ചു. ഇവിടെ ടോപ്പായിട്ട് എത്താനുള്ള ഹാർഡ് വർക്ക് അദ്ദേഹം ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും. രഞ്ജിത്ത് ഇപ്പൊ പറഞ്ഞതിന് മുകളിൽ രഞ്ജിത്തിനെ ഇവിടെ കൊണ്ടെത്തിക്കും. അതിനൊക്കെ ഉഴപ്പൊന്നുമില്ല. നമ്മളൊരു എന്താണ് നമ്മുടെ മക്കളിലെ ഒരു വിശ്വാസം, നമ്മളൊക്കെ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളെ പഠിച്ചാലോ നമുക്ക് ഇതെന്താണ് അഭിനയിക്കുന്നില്ല, വേറെ കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്നു, എന്താണ് അങ്ങനെയാണെന്ന് അങ്ങനെയല്ല. ഫുൾ ഇന്ന് ഫൈറ്റ് കണ്ടില്ലേ, എല്ലാവരും താളാന്ന് പറയൂ, ഡാൻസ് കണ്ടില്ലേ എന്ന് പറയൂ. അതുപോലെ തന്നെ ഇതിനകത്ത് ഇമോഷൻ സീൻസ് മറ്റുള്ളതല്ല. അപ്പോൾ ഇത് വളരെ ഉറപ്പാണ്. ഞാൻ കൂടെ ഒന്ന് നോക്കിക്കണ്ട കുറെ ആളുകളെ ഇതിനു മുമ്പ് നോക്കിക്കണ്ട ആളുകളിൽ ഞാൻ ഉറപ്പ് തരുന്നു, മലയാള സിനിമയ്ക്ക് മികച്ച തന്നെയായിരിക്കും. ഇത് ഞാൻ സൂചിപ്പിക്കുന്നതല്ല, സൂചിപ്പിക്കുന്ന പരിപാടി എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്ക് ആളുകൾ ഇഷ്ടപ്പെടും, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണെന്ന് തോന്നുന്നു. കാരണം ആക്ടേഴ്സ് ഇങ്ങനെ ഒരു കമന്റ് ചെയ്താൽ ബ്ലെസ്സിംഗ് ആണ്. ഒരു ആക്ടറുടെ ലൈഫ് എന്ന് പറഞ്ഞത് അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ താങ്കളെപ്പോലെ ഇൻട്രസ്റ്റ് നമ്മുടെ പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു ആക്ടറാണ് താങ്കൾ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അപ്പം ശരിക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ, കാരണം മലയാളത്തിൽ തന്നെ ഇതേപോലെ പല ആക്ടേഴ്സ് കേരളത്തിലുള്ള ആക്ടേഴ്സ് വന്നിട്ട് സ്പേസ് കിട്ടാതെ മറ്റു ലാംഗ്വേജിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരുപാട് ആക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും പോയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റു ലാംഗ്വേജിലൂടെ എക്സ്പ്ലോർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സ്പേസ് കിട്ടുന്നുണ്ടോ, അങ്ങനെ എപ്പോഴും തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നില്ല. ഇപ്പോൾ തമിഴ് ചെയ്യുന്നില്ല. എനിക്ക് ശരിക്കും ഈ മലയാളം ഇൻഡസ്ട്രിയിലുള്ള സ്നേഹം ഇറങ്ങിച്ചത്. കാരണം ഇപ്പൊ ഞാനിപ്പോ ഫീൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി വളരെ ചെറിയ ഇൻഡസ്ട്രി, പക്ഷെ നമ്മുടെ കോണ്ടന്റ് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം അറിയുന്ന ഒരു ക്വാളിറ്റിയുള്ള കോണ്ടന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കതിന്റെ ചിലപ്പോൾ നമുക്ക് അധികം റിസോഴ്സസ് ഇല്ല, അത്രയും വലിയ ബഡ്ജറ്റ് ഒരു മറ്റേ ഭാഷ ലാംഗ്വേജസ് എടുക്കുന്ന ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടി. സോ എനിക്ക് എപ്പോഴും ഇന്നലെ നാളെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു നിലവിൽ എത്തിക്കണമെന്ന് എനിക്കൊരു വാശിയുണ്ട്. കാരണം
നമുക്കതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും നമ്മുടെ ആക്ടേഴ്സ് ആയാലും മൊത്തം ക്രൂ ആയാലും, പക്ഷെ നമുക്കതിന് റിസോഴ്സസ് ഇല്ല. സോ നമ്മളിങ്ങനെ നല്ല പടങ്ങൾ ചെയ്തു വരുന്ന നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു വരുന്ന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടും. പിന്നെ ആ ശ്രദ്ധ കൊണ്ട് നമുക്ക് കുറച്ച് റിസോഴ്സസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എനിക്ക് അദ്ദേഹത്തിന് ഞാൻ മലയാളിയാണ്. എനിക്ക് മലയാളം ഇൻഡസ്ട്രി നമ്മൾ നിൽക്കാനാണ് താല്പര്യം. അതെന്റെ ഒരു വ്യൂ പോയിന്റ്. UK ഒക്കെ ട്രെയിലർ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ബ്രോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ കമന്റ് കാണും. അതിൽ ഇവര് കൽവിനെ പറ്റിയാണെങ്കിലും ഗോളത്തിനെ പറ്റിയാണെങ്കിലും മെൻഷൻ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല, 2 സിനിമകളാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പം ഒരു പുതിയൊരു നടൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഇത്ര ആളുകളുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ഇവര് തരുന്ന ഒരു ആസ്പിറന്റ് ആക്ടറാണ്. അപ്പം ഇവരുടെ ഈ ഒരു സപ്പോർട്ടിന് തിരിച്ചൊരു മറുപടി അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ട് അവരോട് എന്താണ് പറയുന്നത് പ്രേക്ഷകർക്ക്? കാരണം ഇവിടെ എന്റർടൈൻ ചെയ്യാൻ ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ കൊച്ചിന് കണ്ടുപോകുന്ന ആക്ടേഴ്സും സിനിമകളും എന്നെ ഇൻസ്പയർ ചെയ്തു ഈ മേഖലയിൽ ഒരു കാലഘട്ടം വേണ്ടി. അതുപോലെ എനിക്ക് ഒരാളെ വ്യക്തമായി ചെയ്തിട്ട് അത് വളരെ ഭാഗമായിട്ട് കൺസിഡർ. കാരണം നമ്മുടെ ആക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഇൻഫ്ലുവൻസ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഒരു ക്യാരക്ടർ മതി അത് ചിലപ്പം അവരുടെ മനസ്സിൽ തട്ടിയിരിക്കാൻ വേണ്ടി. ഇപ്പൊ ഈ കാരണം ഇപ്പോഴും നമ്മൾ കോഴിക്കോട് ബീച്ചിലായിരുന്നു പ്രൊമോഷന് വേണ്ടി. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കുഞ്ഞു പിള്ളേർ തന്നെ കാൽബം കളിക്കുന്നത്, എന്റെ പേരറിയത്തില്ല. പക്ഷെ എനിക്ക് അത് മതി സത്യം പറഞ്ഞാൽ. കാരണം ആ ക്യാരക്ടർ അവരുടെ നെഞ്ചിൽ ഇരിക്കുക. ശരിക്കും വേറെ ഒന്നും എനിക്ക് വേണ്ട. കാരണം ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ അതിനേക്കും കാര്യം നമ്മൾ ക്യാരക്ടേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യുക, ആ ക്യാരക്ടേഴ്സ് ഉൾക്കൊള്ളുക, അത് മതി സത്യം പറഞ്ഞു. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ നമ്മളാണ് നിർണ്ണയിക്കുന്നത്. ഇനിയും നല്ല പണം ചെയ്യുന്ന എൻട്രഷൻ ചെയ്യാനുണ്ട്, ഒരു ആക്ടർ വളരെയുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ടാണ്. സോ ഇതുവരെ ചെയ്യുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജോലിയിൽ മുന്നോട്ട് അത്രയും പറയാനുള്ളത്. അപ്പൊ ഇവരുടെ സിനിമ വലിയൊരു വിജയം മാറട്ടെ. നല്ല സിനിമകൾ ഒരിക്കലും മലയാളം കൈവിട്ടിട്ടില്ല. ഇത് അതുപോലൊരു വലിയ വിജയം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സ്പെഷ്യൽ കണ്ടത് സൗണ്ട് പോയി തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ലാംഗ്വേജിന്റെ എല്ലാ മീഡിയ ആൾക്കാർക്കും ഒത്തിരി നന്ദി. നിങ്ങളുടെ സമയവും നിങ്ങളുടെ സപ്പോർട്ടും. ഇനി റിലീസ് ആവുകയാണ് 23rd. അപ്പൊ എല്ലാവരും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കൺവേ ചെയ്യുന്ന മെസ്സേജസ് ആണ് ആൾക്കാരിൽ എത്തുന്നത്. അതുകൊണ്ട് UK യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഒരു വെരി സ്പെഷ്യൽ ഫിലിം നമ്മുടെ കേരളത്തിന്റെ സിനിമയാണ്. നമ്മൾ എല്ലാവരും കാണേണ്ട സിനിമയാണ്. യങ്സ്റ്റേഴ്സ്, ചിൽഡ്രൻ, മുതിർന്നവർ എല്ലാവരും. അതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്റേഴ്സിൽ പോയി ഈ സിനിമയെ വിജയിപ്പിക്കണം. ഈ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര മേഖല വരുന്നു. അപ്പൊ മിസ് ചെയ്തു. അപ്പൊ തിയേറ്ററിൽ പോയി കണ്ടാൽ ഇവിടെ കാണണോ? തിയേറ്ററിൽ